ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രനീതി എന്ന് പറയുന്ന ചാപ്റ്റർ ഇട്ട സമയത്ത് അതിന്റെ താഴെ കുറേ കമന്റുകൾ വന്നിരുന്നു ഈ പാഠഭാഗം ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞെന്ന ഓരോ പാഠവും എന്ത് ചെയ്യും, ടീച്ചർ വിശദമായിട്ട് തന്നെ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പൊ യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്നത് വളരെ രസമുള്ള ഒരു പാഠഭാഗമാണ് അല്ലെ. ഇതൊരു നിരൂപണമാണ്. ആരാണിത് തയ്യാറാക്കിയത്? കുട്ടിക്കൃഷ്ണ മാരാരാണ് അല്ലെ. സാഹിത്യ വിമർശകനാണ്, ഭാഷാശാസ്ത്രജ്ഞനാണ്. ഒരുപാട് കൃതികൾ അദ്ദേഹം, സാഹിത്യഭൂഷണം, ഭാരത പര്യടനം അല്ലെ, കലജീവിതം തന്നെ, സാഹിത്യ വിദ്യ, രാജാങ്കണം, അങ്ങനെ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഭാരത പര്യടനം എന്ന് പറയുന്ന നിരൂപണ ഗ്രന്ഥമാണ് അല്ലെ. മഹാഭാരതത്തെ കുറിച്ചുള്ള ഒരു നിരൂപണമാണ് അല്ലെ. അപ്പൊ ഈ നിരൂപണത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം, യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചർ പാഠഭാഗത്തിലേക്കൊന്നും പോകുന്നില്ല. ആദ്യം ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ചാപ്റ്റർ വായിച്ചു പോകുന്നതുകൊണ്ടാണ് നമുക്കത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള പാഠമൊന്നുമല്ല. എല്ലാ ചോദ്യങ്ങൾക്കും അടിപൊളിയായിട്ട് അല്ലെ ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു പാഠം തന്നെയാണ്. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം, നമുക്കതിന്റെ ബേസിക് ആയിട്ട് കുറച്ച് അതിന്റെ ബാക്ക് സ്റ്റോറീസ് ഉണ്ട് കുറച്ച് അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും, വളരെ സിമ്പിളാണ് പാഠഭാഗം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊരു നിരൂപണമാണ് അല്ലെ. എന്തിനെ കുറിച്ചാണ് ഈ നിരൂപണം തയ്യാറാക്കിയിരിക്കുന്നത്? മഹാഭാരതത്തെ കുറിച്ചാണ്. അപ്പൊ മഹാഭാരതം എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതിലേക്ക് വരാം അല്ലെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അതിന്റെ കഥാപശ്ചാത്തലം മനസ്സിലാക്കി, ആരൊക്കെ തമ്മിലാണ് യുദ്ധം നടക്കുന്നതെന്ന് മനസ്സിലാക്കി, എന്തിനാണ് യുദ്ധം നടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വിഷമം അല്ലെ. അപ്പൊ പാഠഭാഗം എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ നോക്കൂ നിങ്ങള്, വ്യാസ മഹാഭാരതത്തിന് കുട്ടിക്കൃഷ്ണമാരാര് തയ്യാറാക്കിയിട്ടുള്ള വിമർശനാത്മക പഠനം, എന്താണ് ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ടുള്ള പഠനം, നിരൂപണമാണെന്ത്? ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതി. ക്ലിയർ ആയോ? അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ മഹാഭാരതത്തിൽ ഭയങ്കര അമാനുഷികരായിട്ടുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. ദൈവികമായിട്ടുള്ള പദവി കൊടുത്തിട്ടുള്ള അല്ലെ, ഇങ്ങനെ ഒരുപാട് അമാനുഷികരായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, അവർക്കൊക്കെ മാനുഷിക മൂല്യം നൽകി, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, കുട്ടിക്കൃഷ്ണമാരാര് മനുഷ്യരായി കണ്ടുകൊണ്ട് അല്ലെ, അവരുടെ ശക്തി ദൗർബല്യങ്ങളെ തുറന്നു കാട്ടി ഓരോ കഥാപാത്രങ്ങളെയും എന്ത് ചെയ്യാണ്, വളരെ വിശദമായ രീതിയിൽ പഠിച്ചിരിക്കുന്ന ഒരു നിരൂപണ ഗ്രന്ഥമാണ് ഭാരത പര്യടനം. ഓക്കെ, അപ്പോൾ നമ്മുടെ മഹാഭാരതം എഴുതുന്ന സമയത്ത് വ്യാസൻ അല്ലെ പല സിറ്റുവേഷൻസിലും അദ്ദേഹം സൈലന്റ് ആയിരുന്നു. അപ്പൊ ആ മൗനത്തെ പൂരിപ്പിക്കുകയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു കൃതിയിലൂടെ കുട്ടിക്കൃഷ്ണമാരാർ ചെയ്ത് വളരെ എന്താ പറയാ അല്ലെ, ധൈര്യത്തോടു കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണത് അല്ലെ. ഒരു ഇതിഹാസത്തെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം മാറ്റിമറിച്ചിരിക്കുന്നത്. കാരണം കൗരവപക്ഷത്തുള്ള ആളുകളെ, ദുര്യോധനെയൊക്കെ നമ്മൾ ഒരു ഗുണ്ടയായിട്ട്, വില്ലനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ. പക്ഷെ കുട്ടിക്കൃഷ്ണമാരാർ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നന്മയെ അല്ലെ, എന്താ പറയാ ദുഷ്ടതരം മുഴുവൻ കാണിച്ചിട്ടുള്ള നമ്മളുടെ ദുര്യോധന്റെ ഉള്ളിലും എന്താണ്, നന്മയുണ്ട് അല്ലെ. അയാൾക്കുള്ളിലുള്ള മനുഷ്യനെയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടിക്കൃഷ്ണമാരാർ എന്ത് ചെയ്യുന്നത്, ഈ കൃതിയിലൂടെ തുറന്നു വെക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്താണ് അല്ലെ കഥ, എന്താണ് അല്ലെ നമ്മളുടെ ഇതിൽ പറയുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടെ എന്ത് ചെയ്യുന്നു, കഥാപാത്രങ്ങളെ വിലയിരുത്തുന്നു അല്ലെ. അപ്പൊ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ എന്ത് ചെയ്യാണ്, അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടെ വിലയിരുത്തുകയാണ്. അതേപോലെ അവയുടെ ശക്തി ദൗർബല്യങ്ങളെ ആവിഷ്കരിക്കുന്നു, പ്രതിനായക സങ്കല്പത്തെ മാറ്റുന്നു അല്ലെ. അപ്പൊ അർജുനെയും ഭീമനെയൊക്കെയാണ് നമ്മൾ നായകന്മാരുടെ സ്ഥാനത്തൊക്കെ കണ്ടത് അല്ലെ. പ്രതിനായകന്മാരായിട്ടാണ് കർണനെയും ദുര്യോധനെയും ഒക്കെ കണ്ടത് അല്ലെ. ഈ നായക പ്രതിനായക സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് അല്ലെ, വിമർശനാത്മകമായിട്ടാണ് മഹാഭാരതത്തെ പഠിച്ചിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം കേട്ടോ. അതേപോലെ എന്ത് ചെയ്യുന്നു, യുദ്ധത്തിന്റെ അനന്തരഫലത്തെ കുറിച്ച് പറയുന്നു അല്ലെ. എന്താണ് നമ്മളുടെ പാഠഭാഗത്തിന്റെ പേര്? യുദ്ധത്തിന്റെ പരിണാമം എന്നാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, യുദ്ധത്തിന്റെ അലയൊഴികൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെ. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിരുന്നു, രാജ്യത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞല്ലേ പാലസ്തീൻ പ്രശ്നമൊക്കെ നമ്മൾ നിരന്തരം വാർത്തകളിൽ എന്താണ് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അല്ലെ. സമാധാനം ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അല്ലെ, ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്തിരുന്നു, നമ്മളുടെ ചുറ്റുപാടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അനന്തരഫലത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് അല്ലെ. അപ്പൊ മഹാഭാരതം എന്ന് പറയുമ്പോൾ ഒരു യുദ്ധമാണ് അതിൽ പറയുന്നത്.
പക്ഷെ അടിപൊളി യുദ്ധം, ആഹാ ഓഹോ എന്ന് പറഞ്ഞ് യുദ്ധത്തെ വർണ്ണിക്കുകയല്ല ആക്ച്വലി എന്ത് ചെയ്യുന്നത് മഹാഭാരതത്തിൽ ചെയ്യുന്നത്. അല്ലെ, ഏത് രാജാവായി കഴിഞ്ഞാലും, ഏത് ആളായി കഴിഞ്ഞാലും, ഏത് അധികാരത്തിലുള്ള മനുഷ്യനായി കഴിഞ്ഞാലും യുദ്ധത്തിന്റെ അനന്തരം യുദ്ധത്തിന്റെ അവസാനം എല്ലാ മനുഷ്യരുടെയും അവസ്ഥ എന്താണ്, ഒന്ന് തന്നെയാണ് എന്ന് കാണിക്കുന്ന യുദ്ധത്തിന്റെ ഭീകരതയെ തുറന്നു കാട്ടുകയാണ്. യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ആഹ്വാനമാണ് യുദ്ധം നൽകുന്നത്, അല്ലെങ്കിൽ ഈ മഹാഭാരത യുദ്ധം നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വിജയം നേടിയവർക്ക് പോലും എന്താണ് യഥാർത്ഥത്തിലുള്ള വിജയമായി അത് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. യുദ്ധം നേടി എന്ന് പറയുന്നവർക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, അത് വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കാതെ വരുന്നു. യുദ്ധവീരന്മാരുടെ പരാക്രമണങ്ങൾ വർണ്ണിക്കുകയല്ല, മറിച്ച് മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തി വെക്കുന്ന ഭീകരതയാണ് എന്ത് ചെയ്യുന്നത് ഈ ഇതിഹാസം വർണ്ണിക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആയോ, മനസ്സിലായോ മക്കൾക്ക്? യെസ്. അപ്പൊ എന്താണ് മഹാഭാരത യുദ്ധം എന്നുള്ളതാണ്. നമ്മളുടെ ലോക സാഹിത്യത്തിൽ 4 ഇതിഹാസങ്ങൾ, എപ്പിക്കുകളാണുള്ളത്. അതിൽ 2 നമ്മളുടെ ഇന്ത്യയിലുള്ളതാണ്. ഒന്ന് രാമായണവും മറ്റൊന്ന് മഹാഭാരതവും. അപ്പൊ ഇതിനെ നമ്മൾ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തോട് കൂട്ടിക്കെട്ടുകയോ അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ ചരട് മുറുക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ അതിനെ എന്തായിട്ടാണ് കാണുന്നത്, ലിറ്ററേച്ചർ, പ്യുവർ ലിറ്ററേച്ചർ, സാഹിത്യമായിട്ടാണ് നമ്മൾ അതിനെ പഠിക്കുന്നത്. നമ്മൾ അതിലെ കഥാപാത്രങ്ങളെ എന്തായിട്ടാണ് പഠിക്കുന്നത്, നമ്മൾ അതിലെ കഥാപാത്രങ്ങളെ ഒക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിലുള്ള ആളുകളൊക്കെ പഠിക്കുന്നത് എന്താണ്, മാനുഷിക ഗുണമുള്ള കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ ഈ സാഹിത്യകൃതിയിലുള്ള കഥാപാത്രങ്ങളെ മുഴുവൻ നമ്മൾ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമ്മൾ അങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഒരു സാഹിത്യകൃതിയാണ്. ലോക സാഹിത്യത്തിൽ തന്നെ ഉള്ള 4 എപ്പിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഏതാണ്, രാമായണവും മഹാഭാരതമാണ്. അതിൽ മഹാഭാരതത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മഹാഭാരതം ഒരു യുദ്ധവർണ്ണനയാണ്, യുദ്ധമാണ് ഇതിലെ പശ്ചാത്തലം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിരിക്കുന്ന മഹാഭാരത കഥയും പുതിയ കാലത്തുള്ള യുദ്ധവും എന്ത് തന്നെയാണ്, അത് വരുത്തി വെക്കുന്ന ആ യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. അപ്പൊ ഈ പാഠഭാഗത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട നമുക്ക് എസ്സേ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് മുഖപ്രസംഗം ചോദിക്കാം, പ്രസംഗം, പ്രഭാഷണം ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ സമകാലിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് യുദ്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ അത് ഈ പാഠവുമായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് നമുക്ക് ചോദിക്കാം. അപ്പൊ പുതിയ കാലത്തും എന്ത് ചെയ്യുന്നു, യുദ്ധത്തിന്റെ അലയൊഴികൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ യുദ്ധസംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വർത്തമാനകാല ലോക സാഹിത്യത്തിൽ യുദ്ധത്തിനെതിരായി സമാധാനത്തിന്റെ സന്ദേശം പകർന്നു തരുന്ന പാഠഭാഗമാണ് യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. ഓക്കെ, ഇവിടെ പകയുടെ പ്രതീകമായ അശ്വത്ഥാമാവ് എന്തിയാണ്, എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നുവെന്നും ഏത് സമയത്തും സർവനാശം വരുത്താൻ തക്ക ശേഷിയുള്ള പകയെ കരുതിയിരിക്കുക എന്നും മാരാര് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരാണ് അശ്വത്ഥാമാവ് എന്നറിയാമോ നിങ്ങൾക്ക്? ദ്രൗണി എന്നൊരു പേരുണ്ട്. ദ്രോണാചാര്യരുടെ മകനാണ്. ആരാണ് ദ്രോണാചാര്യർ? ഏത് പക്ഷത്താണ്? കൗരവ പക്ഷത്താണോ പാണ്ഡവ പക്ഷത്താണോ? സംശയമുണ്ടോ നിങ്ങൾക്ക്? ചിലർക്ക് അറിയാമായിരിക്കും, ചിലർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പൊ എന്താണ് ഈ മഹാഭാരത കഥയെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ടീച്ചർ പറയുന്നത് വിശദമായിട്ട് മക്കൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. അതൊക്കെ എന്താണ് എന്നുള്ളത് വിശദമാക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഇതിഹാസ സന്ദർഭ വിശകലനത്തിലൂടെ മാരാർ യുദ്ധത്തിന്റെ പരിണാമത്തെ എന്ത് ചെയ്യുന്നുണ്ട്, 3 ഭാഗങ്ങളാക്കിയിട്ടാണ് തിരിക്കുന്നത്. എത്രയാണ്? 3 ഭാഗങ്ങളാക്കിയിട്ടാണ് ഈ മഹാഭാരതത്തെ വിശകലനം ചെയ്യുന്നത്. നമ്മുടെ പാഠഭാഗത്തെയാണ്. അതിൽ 1ാമത്തെ ഭാഗം, 3 ഭാഗത്തിൽ 1ാമത്തെ ഭാഗം ഏതാണ്? ഭീമസേനന്റെ ഗദ പ്രയോഗത്തിൽ ഗദ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മളുടെ ദുര്യോധനനെ യുദ്ധത്തിന്റെ മുറ തെറ്റിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഗദ ഉപയോഗിച്ച് ചതച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ ഗദാപ്രയോഗത്തിൽ തുടചതഞ്ഞ് കുരുക്ഷേത്ര ഭൂമിയിൽ മരണാസന്നനായി മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ദുര്യോധനെ കാണാൻ എന്ത് ചെയ്യാണ്, സഞ്ജയൻ എത്തുന്നു. യുദ്ധാവസാനം കൗരവ പടയിൽ ആകെ അവശേഷിച്ചിട്ടുള്ളത് ആരാണ്? കൃതവർമാവ്, അശ്വത്ഥാമാവ് എന്നിവരാണ്. ദുര്യോധന്റെ കിടപ്പ് കണ്ട് ഇവർ ദുഃഖിതരാകുന്നു. പ്രതികാരേച്ഛയിൽ അവർ പാണ്ഡവ കൂടാരത്തിലേക്ക് പോകുന്നു. അപ്പൊ അതാണ് ആദ്യത്തെ ഭാഗം. നമ്മൾ ടെക്സ്റ്റ് തുറന്ന് വായിക്കുന്ന സമയത്ത് മഹാഭാരത യുദ്ധം നടക്കുന്നു. ടീച്ചർ അത് പറഞ്ഞുതരാം എന്താന്നുള്ളത്. അപ്പൊ മഹാഭാരത യുദ്ധം നടന്ന് അതിന്റെ പരിണാമമാണ്, അതിന്റെ അവസാനമാണ്. അവിടെ എന്ത് ചെയ്യാണ്, ഭീമൻ ഗദ ഉപയോഗിച്ച്
അല്ലെ യുദ്ധമുറയ്ക്ക് എതിരായിട്ട് ആരുടെ തുടയാണ് ചതച്ച് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആരാണ്? ദുര്യോധനാണ് അല്ലെ. ആ ദുര്യോധനെ അല്ലെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആ ദുര്യോധനെ കാണാൻ വേണ്ടി ആര് പോവാണ്? സഞ്ജയൻ അല്ലെ. സഞ്ജയൻ പോവാണ്. അതിനുശേഷം അല്ലെ ദുര്യോധന്റെ ഭാഗത്തുണ്ടായിരുന്ന കൗരവ പടയിൽ ആകെ അവശേഷിച്ചിരുന്ന ആരാണ്? കൃപരും കൃതവർമാവും അശ്വത്ഥമാവും മാത്രമാണ്. അങ്ങനെ ഇവര് 3 പേരും ഈ രാജാവിന്റെ കിടപ്പ് കൊണ്ട് കലി പൂണ്ടിട്ട് എന്ത് ചെയ്യാണ്? പ്രതികാരം ചെയ്യാൻ വേണ്ടി പാണ്ഡവരുടെ കൂടാരത്തിലേക്ക് അല്ലെ പോകുന്നതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ എന്താണ്? പാണ്ഡവരുടെ ശിബിരത്തിൽ അശ്വത്ഥമാവ് നടത്തിയ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള കൊലപാതകമാണ് അല്ലെ. ആ കണ്ട ആളുകളെ മുഴുവൻ വെട്ടിയും അരിഞ്ഞും കൊന്നു തള്ളിയിട്ടുള്ള സീന് നമ്മൾ ടെക്സ്റ്റിൽ വായിച്ചില്ലേ? അതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ എന്താണ്? അശ്വത്ഥമാവിനെ എതിരിടാനും ചൂടാമണി നേടിയെടുക്കാനുമുള്ള പാണ്ഡവരുടെ യാത്രയും ശ്രീകൃഷ്ണന്റെ ശാപം കൊണ്ട് പകയുടെ പ്രതീകമായ അശ്വത്ഥമാവ് അല്ലെ ചിരഞ്ജീവിയായിട്ട് മരണമില്ലാത്തവനായിട്ട് എന്ത് ചെയ്യുന്നു? കാട് കയറുന്നതുമാണ് മൂന്നാമത്തെ ഭാഗം. ഇങ്ങനെ 3 ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ പാഠഭാഗത്തെ അല്ലെ മാരാർ എന്ത് ചെയ്യുന്നത്? വിഭജിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് ഏകദേശം 18 ദിവസം നീണ്ടുനിന്ന യുദ്ധമാണ്. എത്ര ദിവസമാണ്? 18 ദിവസം നീണ്ടുനിന്ന യുദ്ധമാണ്. മഹാഭാരത കഥയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള നിർണായകമായ യുദ്ധമാണ് ഇത്, നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ. ആരൊക്കെ തമ്മിലാണ് യുദ്ധം നടത്തുന്നത്? കൗരവരും പാണ്ഡവരുമാണ്. ആരൊക്കെയാണ്? കൗരവരും പാണ്ഡവരുമാണ് എന്ത് യുദ്ധം നടത്തുന്നത് അല്ലെ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐവർ എന്നൊക്കെ നമ്മൾ പറയൂലേ, പാണ്ഡവരെ നമ്മൾ പറയും 5 പേരാണെന്നൊക്കെ, പഞ്ചപാണ്ഡവർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ആരാണ് കൗരവരും പാണ്ഡവരും? നമുക്ക് നോക്കാം. ഹസ്തിനപുരിയിലെ രാജാവാണ് ആര്? ധൃതരാഷ്ട്രർ. ആരാണ്? ഹസ്തിനപുരിയിലെ രാജാവാണ് ധൃതരാഷ്ട്രർ. ടീച്ചർ കുറച്ചുകൂടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവാൻ അത് ചിത്രം വരച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. ആരാണ്? ധൃതരാഷ്ട്രർ അല്ലെ. ഹസ്തിനപുരി ഇതാ ഒരു രാജ്യമുണ്ടടാ. ടീച്ചർ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരാളാണ് കേട്ടോ. ഈ രാജ്യമുണ്ട്. രാജ്യത്തിന്റെ പേരാണെന്ത്? ഹസ്തിനപുരി. ഓക്കെ. ഹസ്തിനപുരി എന്നാണ് രാജ്യത്തിന്റെ പേര്. ഓക്കെ. അപ്പോ ഈ രാജാവിന്റെ പേരാണെന്ത്? ഈ രാജാവിന്റെ പേരാണ് ധൃതരാഷ്ട്രർ. ആരാണ്? ധൃതരാഷ്ട്രർ അല്ലെ. കണ്ണു കാണാത്തൊരു മൂപ്പരെ കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ണു കാണാത്തൊരു മൂപ്പരാണ്. കണ്ണു കാണാത്ത മൂപ്പരെന്നൊന്നും പരീക്ഷയ്ക്ക് എഴുതരുത്. കണ്ണു കാണാൻ വയ്യാത്തൊരാളാണ്. മൂപ്പരാണ് രാജാവ്. മൂപ്പരുടെ ഭാര്യയാണ് ആര്? ഗാന്ധാരി. ആരാണ്? ഗാന്ധാരി. ഓക്കെ. അപ്പൊ ഇവർക്ക് എത്ര മക്കളാണ്? 100 പേർ അല്ലെ. 100 മക്കളാണ്. ഓക്കെ. ദുശ്ശള അല്ലെ. ദുശ്ശള എന്നാണ്. ഒറ്റൊരു മകള് മാത്രമേ ഉള്ളൂ, ദുശ്ശള. ദുര്യോധനാണ് മൂത്താള്. അടുത്ത രാജാവാണ് ആരാണ്? ഈ ധൃതരാഷ്ട്ര മകനായിട്ടുള്ള ദുര്യോധനാണ്. അത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഈ ധൃതരാഷ്ട്രയുടെ സഹോദരൻ ബ്രദറാണ് ആര്? പാണ്ഡു. ആരാണ്? പാണ്ഡു. ബ്രദറാണ്. ധൃതരാഷ്ട്രയുടെ ബ്രദറാണ് പാണ്ഡു. ഓക്കെ. അപ്പൊ ഹസ്തിനപുരി എന്ത് ചെയ്യണം? ഹസ്തിനപുരി എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവാണ് ധൃതരാഷ്ട്രർ. അപ്പൊ പാണ്ഡവര് പറയാണെന്ത്? ഹസ്തിനപുരി ഞങ്ങൾക്കും കൂടെ വേണം അല്ലെ. ഈ പാണ്ഡുവിന്റെ മക്കളൊക്കെയാണ് ആര്? പാണ്ഡവർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പാണ്ഡുവിന് 2 ഭാര്യമാരാണുള്ളത്. ഒന്ന് കുന്തി ദേവിയും ഒന്ന് മാദ്രിയുമാണ്. അപ്പൊ നമ്മളുടെ ഈ പാണ്ഡുവിനൊരു ശാപം കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്താണ് ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്ത്രീ സംസർഗം നിഷേധിക്കപ്പെട്ടു അല്ലെ. കല്യാണം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. പക്ഷെ സ്ത്രീ സംസർഗം എന്ത് ചെയ്യാണ്? നിഷേധിക്കപ്പെട്ട ആളാണ് പാണ്ഡു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വിവാഹത്തിന് മുമ്പ് കുന്തി ദേവിക്ക് വരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആ വരം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ദേവന്മാരെ അല്ലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദേവന്മാരിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നുള്ളതായിരുന്നു കുന്തി ദേവിക്ക് ലഭിച്ച വരം എന്ന് പറയുന്നത്. അപ്പൊ ആ കുന്തി ദേവി ആ വരം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുന്തി ദേവിക്ക് മക്കൾ ഉണ്ടാവുന്നത്. ആരൊക്കെയാണ്? അധർമ്മപുത്രനായിട്ടുള്ള യുധിഷ്ഠിരനുണ്ടാവുന്നു. ഇന്ദ്രന്റെ പുത്രനാണ് ആര്? അർജുനൻ എന്ന് പറയുന്നത്. പിന്നീട് അർജുൻ സുഭദ്രയെ വിവാഹം കഴിക്കുന്നു അല്ലെ. പിന്നെ ഭീമൻ ആരുടെ പുത്രനാണ്? വായുവിന്റെ പുത്രനാണ് ഭീമൻ. പിന്നെ അഭിമന്യു, ഉത്തര അല്ലെ അർജുന്റെ മക്കളാണ്. അപ്പൊ ഇങ്ങനെ യുധിഷ്ഠിരനും അർജുനനും ഭീമനുമാണ് കുന്തി ദേവിക്ക് ഉണ്ടാകുന്ന മക്കൾ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ മറ്റൊരു ഭാര്യയാണ് ആര്? മാദ്രി. അപ്പോൾ ഈ വരം ആർക്കും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്? മാദ്രിക്കും കൂടി കുന്തി ദേവി പറഞ്ഞു കൊടുക്കും. അങ്ങനെ മാദ്രി ദേവിക്ക് ഉണ്ടാകുന്ന കുട്ടികളാണ് ആര്? നകുലനും സഹദേവനും. ചെറിയൊരു കൺഫ്യൂഷൻ വന്നോ? അതായത് ഹസ്തിനപുരം എന്ന് പറയുന്ന രാജ്യമുണ്ട്. ആ രാജ്യത്തിലെ മൂത്ത ആളാണല്ലോ, ജ്യേഷ്ഠനാണ് രാജാവ് അല്ലെ. ധൃതരാഷ്ട്രനാണ് അവിടുത്തെ രാജാവ് എന്ന് പറയുന്നത്. ആ രാജാവിന് 100 മക്കളാണ്. അവരാണ് കൗരവർ എന്നറിയപ്പെടുന്നത് കേട്ടോ. കൗരവർ ഇവരാണ് കേട്ടോ. കൗരവർ. ഓക്കെ. കൗരവർ.
ഓക്കെ, ഭാര്യയാണ് ഗാന്ധാരി, അതിലാണ് ദുര്യോധൻ ഒക്കെയുള്ള ആളുകൾ വരുന്ന എവിടെയാണ്? ഈ കൗരവ പക്ഷത്താണ്. ഓക്കെ, അപ്പൊ ഈ ധൃതരാഷ്ട്ര സഹോദരനാണ് പാണ്ഡു എന്ന് പറയുന്നത്. പാണ്ഡുവിന് സ്ത്രീ സംസർഗം നിഷേധിക്കപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ ഭാര്യയ്ക്ക് ലഭിച്ചിരിക്കുന്ന വരം അല്ലെ, ഇഷ്ടമുള്ള ദേവന്മാരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന വരം ഉപയോഗിച്ചിട്ടാണ് ആ സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് അല്ലെ. അപ്പോൾ ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ ഉണ്ടാവുന്നു, അർജുനൻ ഉണ്ടാവുന്നു, ഇന്ദ്രദേവന്റെ പുത്രനാണ് അർജുനൻ, അതേപോലെ വായുദേവന്റെ പുത്രനാണ് ഭീമൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 മക്കളാണ് ആർക്കുള്ളത്? കുന്തി ദേവിക്കുള്ളത്. പിന്നെ ഈ വരം ആർക്കും കൂടെ പറഞ്ഞു കൊടുക്കുന്നു? മാദ്രി ദേവിക്ക് കൂടെ പറഞ്ഞു കൊടുത്ത് അതിൽ നകുലനും സഹദേവനും ഉണ്ടാവുന്നു. അങ്ങനെ 5 കുട്ടികൾ അല്ലെ. അവരാണ് ആര്? പാണ്ഡുവിന്റെ മക്കൾ, പാണ്ഡവർ. ആരാണ്? പാണ്ഡവർ. ക്ലിയർ ആയോ? അപ്പോ കൗരവരും പാണ്ഡവരും ആരാന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇവരെന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് അച്ഛന്റെ രാജ്യമാണ്, അച്ഛന്റെ ഏട്ടനാണ് രാജാവ്, അപ്പൊ ഞങ്ങൾക്കും എന്ത് ചെയ്യണം? ഈ രാജ്യത്തിൽ അവകാശമുണ്ട് അല്ലെ. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് തരണം, ഒരു 5 ഗ്രാമമെങ്കിലും എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് തരണം എന്നാര് പറഞ്ഞു? പാണ്ഡവർ പറഞ്ഞു അല്ലെ. അപ്പൊ കൗരവരെന്ത് പറഞ്ഞു? നോ തരില്ല. എന്തിനാ തരുന്നത്? നിങ്ങൾ ആരുടെയൊക്കെയോ മക്കളാണ് അല്ലെ, നിങ്ങൾ പാണ്ഡവരുടെ മക്കളാണോ, നിങ്ങൾക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവരെ അധിക്ഷേപിച്ച് പറഞ്ഞേക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധം തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ കുന്തിദേവി ആരാണ് വരം നൽകുന്നതെന്ന് അറിയാമോ? കുന്തിദേവിക്ക് വരം നൽകുന്ന ആരാണ്? ദുർവാസാവ് മുനിയാണ് കേട്ടോ. ദുർവാസാവ് മുനിയാണ്. അപ്പൊ വിവാഹത്തിന് മുൻപ് കുന്തിദേവിക്ക് എന്താ പറയാ, ഈ വരം ഇനി ഉള്ളതാണോ, ഇയാൾ ഇനി പറ്റിച്ചാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ വരത്തെ അല്ലെ, ലഭിച്ച വരത്തെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട് കുന്തിദേവി അല്ലെ. അപ്പൊ ഇങ്ങനെ രാവിലെ എണീച്ച് നോക്കുക, സൂര്യഭവൻ, എന്താ പറയുക, സൂര്യഭവൻ എന്നിട്ട് ആലോചിച്ച് എന്ത് ചെയ്യാം, ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കാന്ന് വിചാരിച്ച് ആലോചിക്കുന്നതിന്റെ സമയത്ത് തന്നെ സൂര്യഭഗവാൻ താഴെ എത്തി അല്ലെ. അപ്പൊ അങ്ങനെയാണ് കർണൻ എന്ന് പറയുന്ന കുഞ്ഞ് വിവാഹത്തിന് മുമ്പ്, പാണ്ഡുവിന് വിവാഹത്തിന് മുമ്പ് എന്ത് ചെയ്യുന്നു? സൂര്യഭഗവാനിൽ കുന്തിദേവിക്ക് ഉണ്ടാവുന്ന പുത്രനാണ് ആര്? കർണൻ. ഓക്കെ, അത് ഓർത്ത് വെക്കണം കേട്ടോ. കർണൻ ആരുടെ മകനാണ്? നമ്മുടെ കുന്തിദേവിയുടെ മകനാണ്. പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനാണ് കർണൻ അല്ലെ. പക്ഷേ കർണൻ എന്ത് ചെയ്യുന്നു? ജനിച്ച ഉടനെ തന്നെ കുന്തിദേവി എന്ത് ചെയ്യാണ്? പുഴയിൽ ഒഴുക്കി വിടുകയാണ്. കന്യകയാണ് അല്ലെ, കല്യാണത്തിന് മുമ്പ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാലും മോശമല്ലേ. അപ്പൊ ആളുകളെയൊക്കെ ഭയന്ന് ആ കുഞ്ഞിനെ ഒഴുക്കി വിടുകയാണ്. അങ്ങനെ ഒഴുകിയ കർണൻ പിന്നീട് സൂതപുത്രനായിട്ടാണ് വളരുന്നത് കേട്ടോ. രാധയാണ്, രാധയൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നില്ലേ അല്ലെ. ആ രാധയുടെ പുത്രനായിട്ടാണ് പിന്നീട് കർണൻ വളരുന്നത്. അപ്പോൾ ആ കർണൻ ആരുടെ മകനാണ്? ആക്ച്വലി പാണ്ഡവരുടെ സഹോദരനാണെന്ന് മനസ്സിലാക്കുക. പക്ഷെ വളർന്നു വന്നപ്പോൾ പിന്നെ ആരുടെ കൂടെയായിരുന്നു? ദുര്യോധന്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിയായിട്ട് കർണൻ മാറണം. അപ്പോൾ കർണൻ ഏത് പക്ഷത്താണ്? കൗരവരുടെ പക്ഷത്താണ് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് കൗരവ പക്ഷത്തുള്ളത് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൗരവ രാജാവ് ആരാണ്? ദുര്യോധനാണ് അല്ലെ. നമ്മളുടെ ധൃതരാഷ്ട്രക്ക് ശേഷം, കണ്ണു കാണാൻ വയ്യാത്ത അച്ഛന് ശേഷം രാജാവാകുന്ന ആരാണ്? കൗരവ രാജാവ് ദുര്യോധനാണ്. അതിന്റെ പക്ഷത്ത് അല്ലെ മഹാരഥന്മാർ ഒരുപാട് പേര് എവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്? കൗരവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വായിച്ചില്ലേ? ആരൊക്കെയാണ്? ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, കർണനുണ്ട് അല്ലെ. അപ്പൊ ഇവര് 3 പേരും കൗരവപക്ഷത്താണ്. പിന്നെ ഉള്ളത് കൃതവർമാവാണ്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ മാത്രമാണ് ടീച്ചർ സൂചിപ്പിക്കുന്നത് കേട്ടോ. കൗരവപക്ഷത്തുള്ള ആള് ആരാണ്? കൃതവർമാവ്. അതാരാണ്? ഒരു യാദവ രാജാവാണ്. അപ്പൊ പല രാജ്യങ്ങളും എന്ത് ചെയ്യും? യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചേരുമല്ലോ. കുറെ രാജ്യങ്ങൾ പാണ്ഡവരുടെ കൂടെ ചേർന്നു, കുറെ രാജ്യക്കാർ ആരുടെ കൂടെ ചേർന്നു? നമ്മളുടെ കൗരവരുടെ കൂടെ ചേർന്നു അല്ലെ. അപ്പൊ അങ്ങനെ ചേർന്ന യാദവ രാജാവാണ് ആര്? കൃതവർമാവ് എന്ന് പറയുന്നത്. പിന്നെ അശ്വത്ഥാമാവാണ്. അത് ദ്രോണാചാര്യരുടെ മകനാണ്. ദ്രോണാചാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുനാഥനാണ്. ആ ഗുരുനാഥന്റെ മകനാണ് ആര്? അശ്വത്ഥാമാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദ്രൗണി അല്ലെ, ദ്രോണാചാര്യരുടെ പുത്രൻ ദ്രൗണി എന്നുള്ള പേര് മാർക്കുണ്ട് അശ്വത്ഥാമാവിനുണ്ട്. ഓക്കെ, പിന്നെ കൃപരാണ്. അശ്വത്ഥാമാവിന്റെ മാതാവ് കൃപിയുടെ സഹോദരനാണ് കൃപർ. അപ്പൊ ഇത്രയും ആളുകളെയാണ് ടെക്സ്റ്റിൽ നമ്മൾ കാണുന്ന പേരുകൾ. അത് മാത്രം തൽക്കാലം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി പാണ്ഡവരാണ്. പാണ്ഡവർ ആരൊക്കെയുണ്ട്? അർജുനനുണ്ട്, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. ഇവരാണ് 5 പേര്. ഇവരുടെ കൂടെ പിന്നെ കൃഷ്ണനുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് പേര് ആരുടെ കൂടെയുണ്ട്? നമ്മുടെ പാണ്ഡവരുടെ പക്ഷത്തുമുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? കാര്യങ്ങൾ മനസ്സിലായോ? ആരൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മളുടെ പാഠഭാഗത്തിൽ ഉൾപ്പെട്ടെന്ന് മനസ്സിലായോ? എന്തിനാണ് മഹാഭാരത യുദ്ധം നടന്നതെന്ന് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ ടെക്സ്റ്റിന്റെ ആദ്യ ഭാഗം ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യ ഭാഗം. പിന്നെ നമുക്ക് പാർട്ട് അല്ലെ എല്ലാം ഒറ്റ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ കുറച്ചായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ നിങ്ങള്. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ 2 ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു അല്ലെ. അപ്പൊ ധർമ്മയുദ്ധം എവിടെ വെച്ചാ നടക്കണേ? ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇത് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തിരുന്നു? 2 ചേരിക്കാരും, കൗരവ പക്ഷക്കാരും പാണ്ഡവ പക്ഷക്കാരും തമ്മിൽ എന്ത് ചെയ്തിരുന്നു? കരാറുകൾ ഉണ്ടായിരുന്നു.
അല്ലെ? അതനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? യുദ്ധം നടക്കേണ്ടത്, അല്ലെ? പാലിക്കേണ്ട കുറേ നിയമങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ യുദ്ധം നടപ്പാക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷികളും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം, അല്ലെ? കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? ആ യുദ്ധം നടക്കാത്ത സമയത്ത് എന്താണ്? ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് കരാറുകൾ, അല്ലെ? കരാറുണ്ടാക്കിയിരുന്നു. ധർമ്മയുദ്ധത്തിന്റെ കരാറാണ്. യുദ്ധസമയത്ത് എന്താണ്? പരസ്പര പ്രീതിയോടെ കഴിയണം, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അടിയുണ്ടാക്കാനൊന്നും പോരുത്. യുദ്ധസമയത്ത് മാത്രമേ എങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ചു, അല്ലെ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ, ആ ദിവസം എന്ത് ചെയ്യരുത്, പിന്നെ ഉണ്ടാവരുത്. പിന്നെ പിറ്റേ ദിവസം കാഹളം മുഴകുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ആ യുദ്ധം ആരംഭിക്കേണ്ടത്. അല്ലാതെ പാണ്ഡവര് അതിലെ കൂടെ പോകുന്ന കൗരവനെ കാണുമ്പോൾ കല്ലെടുത്തെറിയോ വാളെടുത്ത് കുത്തൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്? യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വര രഥങ്ങളിൽ ഇരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ. എന്താ പറയുന്നത്? യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഗജം, അല്ലെ, അശ്വം, അങ്ങനെ ആനയുടെയും കുതിരയുടെയും ഒക്കെ പുറത്തിരിക്കുന്ന ആളുകൾ അവരവരോട് മാത്രം. അല്ലാണ്ട് ആന പുറത്തിരിക്കുന്ന ആളുകൾക്ക് അമ്പ ചെയ്ത് താഴെയുള്ള ആളുകളെ പെട്ടെന്ന് കൊല്ലാൻ പറ്റും, അങ്ങനെ ചെയ്യരുത്. ആന പുറത്തിരിക്കുന്നവർ ആന പുറത്തുള്ളവരോട്, കുതിര പുറത്തിരിക്കുന്നവർ കുതിര പുറത്തിരിക്കുന്നവരോട്, അല്ലെ? അങ്ങനെ സമാസമം, അല്ലെ? എപ്പോഴും ഈക്വൽ ആയിരിക്കണം, അല്ലെ? അല്ലാതെ ഒരാളുടെ പരാജയം കൊണ്ട്, അല്ലെ, ഒരാളുടെ തോൽവി കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ വിജയിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എന്താണ്? കാലാളോട്, അല്ലെ? നേരെ നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ. അണിവിട്ടുപോയവനെ കൊല്ലരുത്, അല്ലെ? യുദ്ധത്തിന്റെ അണിവിട്ടുപോയവനെ കൊല്ലരുത്. വയോവീര്യ ഉത്സാഹങ്ങളിൽ, അല്ലെ, വീര്യോത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ, അല്ലെ? അതായത് എന്താണ്? തുല്യ ശക്തികൾ തമ്മിലായിരിക്കണം. ക്ഷീണം കൊണ്ട് മാറിയിരിക്കുന്ന ആളുകള്, വൃദ്ധരായിട്ടുള്ള ആളുകള്, അങ്ങനെയുള്ള ആളുകളെയൊന്നും കയറിയിട്ട് ഉപദ്രവിക്കരുത്. തുല്യശക്തരായിട്ടുള്ള ആളുകളോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്, അല്ലെ? മറ്റൊരാളോട് എതിരിടുന്നവനെ പോയിട്ട്, അല്ലെ, ഒരാളോട് യുദ്ധം ചെയ്തിരിക്കുന്നവനെ പോയിട്ട് പുറകുന്ന് കുത്തിക്കൊല്ലാൻ പാടുണ്ടോ? ഇല്ല. അതേപോലെ തെറ്റ് പറ്റിയവനെ, അല്ലെ, പിന്തിരിഞ്ഞോടിയവനെ, കവചം പോയവനെ ഒന്നും കൊല്ലാൻ പാടില്ല. അങ്ങനെ കുറെ നിയമങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓർക്കാതെയും ക്ഷീണിച്ചും ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. മറ്റൊരാളോട് നേരിടുന്നവനെ, അല്ലെ, പ്രമാദം പറ്റിയവനെ, പിന്തിരിഞ്ഞോടുന്നവനെ, ആയുധം തീർന്നവനെ, കവചം പോയവനെ ഒന്നും ഒരു വിധവും കൊല്ലരുത്. സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമട്ടുകാര്, വാദ്യക്കാർ, ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട യുദ്ധത്തിന്റെ സ്ഥലത്തുണ്ടാവും. കുതിരകൾ ഉണ്ടാവും, സൂതന്മാരുണ്ടാവും, ആയുധ ചുമട്ടുകാരുണ്ടാവും, വാദ്യക്കാരുണ്ടാവും, അല്ലെ? യുദ്ധത്തിന്റെ പല പല ആളുകളുണ്ടാവുമല്ലോ, സംഘാടകരുണ്ടാവുമല്ലോ, അല്ലെ? അവരെയൊന്നും പോയിട്ട് എന്ത് ചെയ്യരുത്? നമ്മൾ കൊല്ലാൻ പാടില്ല. അല്ലെ, ആളുകളുമായിട്ട്, ഇപ്പൊ കാലാളോട് ആനപ്പുറത്തിരിക്കുന്നവർ ആനപ്പുറത്ത്, അതായത് തുല്യ ശക്തികളുമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? യുദ്ധം ചെയ്യാൻ പാടുള്ളൂ, അല്ലെ? അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണം എന്നർത്ഥം. എന്താ പറഞ്ഞത്? എതിരാളിയുടെ കുറവ് കൊണ്ട്, മറ്റൊരു എതിർപക്ഷത്തിരിക്കുന്ന ആളുകൾ മോശമായതുകൊണ്ടല്ല നമ്മൾ ജയിക്കേണ്ടത്. എന്താണ്? നമ്മളുടെ മികവ് കൊണ്ടാണ് നമ്മൾ യുദ്ധം ജയിക്കേണ്ടത് എന്നാണ് പറയുന്നത്, അല്ലെ? അതാണ് കുറ്റമറ്റ ധർമ്മയുദ്ധം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കുറേ നിബന്ധനകളുള്ള ഒരു കരാറിലൊക്കെ ഒപ്പുവെച്ചിട്ടാണ് യുദ്ധമൊക്കെ തുടങ്ങുന്നത് മക്കളെ. പക്ഷേ എങ്ങനെയാണ് യുദ്ധം അവസാനിക്കുന്നത്? എങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലും അതിന്റെ പരിണാമം എന്ന് പറയുന്നത് എന്താണ്? അല്ലെ, ഏറ്റവും ഭീകരമായിട്ടുള്ള, അല്ലെ, യുദ്ധനീതിക്കെതിരായിട്ടുള്ള, അല്ലെ, ഭീമന്റെ കടന്നാക്രമണമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അതേപോലെ തുടചതഞ്ഞ് മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ദുര്യോധന്റെ തലയിൽ ആര് ചവിട്ടുന്നുണ്ട്? ഭീമൻ ചവിട്ടുന്നുണ്ട്. ആക്രോശിക്കുകയും ആശ്വസിക്കുകയും, അല്ലെ, ഒക്കെ, അല്ലെ, ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ്, അല്ലെ? വിലപിക്കുന്ന, അല്ലെ, ദുര്യോധന്റെ ആ ഒരു, അല്ലെ, വെറുപ്പും പകയും ഒക്കെയാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കാണുന്നത്. കാരണം അധർമ്മത്തിലൂടെയാണ് ആര് ജയിക്കുന്നത്? ചെയ്യാൻ പാടില്ലാത്തത് മുഴുവൻ ചെയ്തിട്ടാണ്, താഴെ പോയടാ, അല്ലെ, ചെയ്യാൻ പാടില്ലാത്തത് ഒരു മിനിറ്റ്, മുഴുവൻ ചെയ്തിട്ടാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്? ഈ യുദ്ധത്തിൽ, അല്ലെ, നമ്മളുടെ പാണ്ഡവര് വിജയിക്കുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പാണ്ഡവര്. ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും യുദ്ധത്തിൽ ആര് ചെയ്യുന്നു? പാണ്ഡവര് ചെയ്തിട്ടാണ് വിജയിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഭീമൻ, അല്ലെ, തുട ചതച്ച് മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ്. അധർമ്മത്തിലൂടെ, അല്ലെ, ആണ് വീഴ്ത്തുന്നത്. എന്നിട്ട് ആ വീണ് കിടക്കുന്ന ദുര്യോധന്റെ തലയിൽ ചവിട്ടുന്നുണ്ട് ആര്? അതിനെ വളരെ വിമർശനാത്മകമായിട്ടാണ് മാരാർ എന്ത് ചെയ്യുന്നത്? പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ വിലപിക്കുകയും ആക്രോശിക്കുകയോ ആശ്വസിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് സന്ദർഭം എന്ന് പറയുന്നത്. കൗരവ പടയിൽ അവശേഷിക്കുന്ന കൃതവർമ്മ അശ്വത്ഥാത്മാക്കൾ എന്ത് ചെയ്യുന്നു? അവിടെ എത്തുന്നു. രാജാവിന്റെ കിടപ്പ് കണ്ട് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് എന്ത് ചെയ്യാണ്? താൻ പാണ്ഡവരോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യുന്നു. എന്നിട്ട് അവര് പാണ്ഡവ കൂടാരത്തിലേക്ക് പോവുകയും ആ കൂടാരത്തിലുള്ള ആളുകളെ മുഴുവൻ എന്ത് ചെയ്യാണ്? വെട്ടിയും ഞെക്കിയും ഒക്കെ കൊല്ലുകയാണ്, അല്ലെ? ആദ്യത്തെ സീന് നമ്മൾ കണ്ടില്ലേ? ഗുരുഘാതികൾക്ക് കുലപാംസന ലോകങ്ങളില്ല എന്ന് പറഞ്ഞ് ഞെക്കിക്കൊല്ലുകയാണ്, അല്ലെ? ആര്യപുത്ര, എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ എന്നൊക്കെ പാഠഭാഗത്ത്, അല്ലെ, വിളിച്ച് കരയുന്ന ഭാഗമൊക്കെ നമ്മൾ കണ്ടതാണ്, അല്ലെ? ആ കൂടാരത്തിലുള്ള മുഴുവൻ ആളുകളെയും ഞെക്കിയും, അല്ലെ, എന്താ പറയാ, വാളുകൊണ്ട് വെട്ടിയും
ഒക്കെ എന്ത് ചെയ്യണു, ഒരു 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 എന്താ പറയുക, പൈശാചികമായിട്ടുള്ള കൊലപാതകം നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് അല്ലേ, അശ്വത്ഥമാവ് അല്ലെങ്കിൽ ദ്രൗണി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, നമ്മൾ പല ഉൾക്കാഴ്ചകൾ തരുന്ന ഒരു പാഠഭാഗം കൂടിയാണ്. അത് ആക്ച്വലി യുദ്ധം എന്ന് പറയുന്നത് അത് രാജാവ് ചെയ്താലും ശരി, ആര് ചെയ്താലും ശരി, യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്നത് എന്താണ്, എല്ലാവർക്കും നാശം ആണ് അല്ലേ. അതിൻ്റെ ഭീകരതയാണ് ആക്ച്വലി ഈ ഒരു പാഠഭാഗം നമ്മളെ കാണിച്ചു തരുന്നത്. കഥാപാത്ര നിരൂപണങ്ങൾ നമ്മളോട് ചോദിക്കും, കുറേ അല്ലേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്, വാക്കുകൾ, പുതിയ പദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഏകദേശം എന്താണ് പാഠഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഇപ്പോൾ ഓക്കെ ആയില്ലേ? യെസ്. അപ്പോൾ ബാക്കി ഭാഗമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി ഏതാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോഴേ ടീച്ചർക്ക് പാഠഭാഗം അതേപോലെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരും ഇത് കാണുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, കമൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇല്ലേ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിക്കൂലേ. അപ്പോൾ അങ്ങനെ ആലോചിക്കാൻ ഇടയുണ്ടാക്കരുത്. മക്കൾ എന്ത് ചെയ്യണം, കണ്ടു കഴിഞ്ഞാൽ അല്ലേ ബാക്കി ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന ആ രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി ഏതാ വേണ്ടത് അല്ലേ, മനസ്സിലായിട്ടുണ്ടോ, ഓക്കെ ആണോ ഒക്കെയുള്ള മക്കൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു കുറച്ച് ദിവസങ്ങളെ നമുക്ക് പരീക്ഷയിലേക്കുള്ളൂ. നമുക്ക് അടിപൊളിയായിട്ട് മലയാളത്തിന് എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് വാങ്ങണം അല്ലേ. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.